വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ ചാപ്റ്റർ 4 ആയിട്ട് വരുന്ന ദി തിയറി ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന ലെസനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കൂടെ നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 10 days ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു 10 daysൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് 5 സബ്ജക്ട്സ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മലയാളം, ഇംഗ്ലീഷ്. ഈ ഒരു 5 സബ്ജക്ട്സിൻ്റെയും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 10 daysന് ചേരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. നമ്മൾ സഡൻ ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ വെറും 199 rupeesനാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീണ്ടും ഗ്യാരണ്ടി ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ 65 എബവ് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ ഡിസംബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ചാണ്, കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു 10 days ആണ് ഇത്. അഡ്മിഷൻ ക്ലോസ് ആവാറായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് November 14th കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഒന്നും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണിലോട്ട് കടക്കാം കേട്ടോ. അതായത് ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് എ മെക്കാനിസം ഓർ അറേഞ്ച്മെൻറ്റ് that brings buyers and sellers of a commodity or service together and allows them to complete the act of selling and buying the commodity or service at mutual agreed prices. മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക, നമുക്ക് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ സർവീസ് ഒന്നില്ല ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സർവീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കോമഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് എന്ത് ചെയ്യാണ്, സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ തന്നെയാണ്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും എവിടെ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഒരു മാർക്കറ്റിനകത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാവരും ഒരേ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും അല്ല, കുറേ പേര് എന്താ സെയിം പ്രൊഡക്ട്സ് ആയിരിക്കും, സെയിം പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 4 points ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിത്ത് 2 ഗ്രാഫും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം കേട്ടോ, അത് എന്തുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആയിരിക്കും, ഹോമോജീനസ് പ്രോഡക്ട്സ് ആയിരിക്കും, പ്രൈസ് ടേക്കർ ആണ്, പെർഫെക്റ്റ് നോളേജ് അബൌട്ട് ദി മാർക്കറ്റ്സ് ആണ്, ഫ്രീ എൻട്രി ആണ്, ഫ്രീ എക്സിറ്റ് ആണ്, പെർഫെക്റ്റ് മൊബിലിറ്റി ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതൊക്കെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രൈസ് ലൈൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൈസ് ലൈൻ കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് നോർമലി അറിയാമല്ലേ, ഒരു കമ്പനി ഏൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് എന്താണ് പറയുക, റവന്യൂ എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസോ ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്തിട്ടോ നമുക്കൊരു സംഭവം ഒരു ഇൻകം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, റവന്യൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ടൈപ്പ് ഓഫ് റവന്യൂ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് TR അഥവാ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്താണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിത്ത് ഒരു ഫോർമുല കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ടോട്ടൽ റവന്യൂ കർവ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടോട്ടൽ റവന്യൂ കർവ് എന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഗ്രാഫ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ആവറേജ് റവന്യൂ അഥവാ AR എന്ന് പറയും കേട്ടോ. അപ്പോൾ ആവറേജ് റവന്യൂ എന്താണെന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ആണ് മാർജിനൽ റവന്യൂ അഥവാ MR. അപ്പോൾ എന്താണ് MR എന്ന് കൊടുക്കുന്നത്, MR മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ MR എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആണ് ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ദി പ്രൈസ് ഈക്വൽസ് മാർജിനൽ റവന്യൂ അക്കോർഡിംഗ് ടു ദി പ്രിസീഡിങ് ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്താ ഇക്വേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫ്, അതായത് MRും അതുപോലെ തന്നെ ഡെപിക്റ്റഡ്, അതായത് MRുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് TR, MR ആൻഡ് AR. അതായത് പെർഫെക്റ്റ്
പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ TRും MRും ARും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? റവന്യൂവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എങ്കിലും ഒന്ന് വായിച്ച് വിട്ടാൽ മതിയാവും കേട്ടോ. നെക്സ്റ്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നോക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും അത്ര ടഫ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ പ്രോഫിറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഇക്വിലിബ്രിയം എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് കണ്ടീഷനിലാണ് ചെയ്യേണ്ടത് എന്ന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആണ് സപ്ലൈ എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുക. നെക്സ്റ്റ് ആണ് സപ്ലൈ ഷെഡ്യൂൾ, ദെൻ സപ്ലൈ കർവ്. അപ്പോൾ ഇത് മൂന്നും പഠിക്കണം കേട്ടോ. ഏതെന്നാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ആണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് റൺ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കും ഷോർട്ട് റൺ സപ്ലൈ കർവ് ഉണ്ടാവാന്നാണ്. ഒരു ഫേം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കാം. നെക്സ്റ്റ് ആണ് കേസ് 1 പ്രൈസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി മിനിമം ABC ആണ് കേട്ടോ. അതായത് പ്രൈസ് കൂടുകയോ അല്ലെങ്കിൽ ഈക്വൽ ആവുകയോ ചെയ്യുക. എന്തിന് ഈക്വൽ ആവുക? ABCൻ്റെ മിനിമത്തിന് ഈക്വൽ ആവുക. അപ്പോൾ എന്ത് കണ്ടീഷനാണ്? അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് കേസ് 2 എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി മിനിമം ABC. അതായത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് മിനിമം ABCനെ വെച്ച് താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, അതെന്ത് കണ്ടീഷനാണ്, കാര്യങ്ങളാണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഗ്രാഫും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് ആണ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിത്ത് ഗ്രാഫ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ആണ് കേസ് 1 പ്രൈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ദി മിനിമം LRAC. അതേ തന്നെയാണ്, പക്ഷേ അത് അവിടെ എന്താണ് ABC ആണ്, ഇവിടെ LRAC ആണ് കേട്ടോ. അപ്പോൾ അതെന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കേസ് 2 എന്ന് പറയുന്നത് പ്രൈസ് ലെസ് ദാൻ ദി മിനിമം LRAC ആണ് കേട്ടോ. അപ്പോൾ LRACൻ്റെ മിനിമം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എന്താണ് ലെസ് ആവുക, ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ്. സപ്ലൈ കർവിന് കുറേ ഡിറ്റർമിനൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടെക്നോളജി, ദി നമ്പർ ഓഫ് വെൻഡേഴ്സ്, പ്രൈസ് എക്സ്പെക്ടേഷൻസ് ഫോർ ദി ഫ്യൂച്ചേഴ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് ആണ് മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആണ് പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. എന്താണ് സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് ചോദിക്കും. അപ്പോൾ അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ മെഷർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫോർമുലയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക. നെക്സ്റ്റ് ആണ് എക്സ്ട്രീം കേസസ് ഓഫ് പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ സപ്ലൈ, അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈക്ക് വേറെ കുറച്ച് കേസസും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് സപ്ലൈ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നോക്കണം. നെക്സ്റ്റ് ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതെന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൂടെ നോക്കാം. നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിമാൻഡ് സപ്ലൈ പറയുമ്പോൾ നമുക്കറിയാമല്ലേ, അതിൽ 2 കണ്ടീഷൻ വരുന്നുണ്ട്. മാക്സിമം പ്രൈസ് സീലിങ്ങും അതുപോലെ തന്നെ മിനിമം പ്രൈസ് സീലിങ്ങും. അപ്പോൾ എന്താണ് മാക്സിമം പ്രൈസ് സീലിംഗ്, എന്താണ് ഒരു കണ്ടീഷൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, വിത്ത് ഗ്രാഫ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മിനിമം പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിനിമം പ്രൈസ് സീലിംഗ് എന്ന് കൂടെ കൊടുക്കുന്നുണ്ട്, ഗ്രാഫ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ അല്ല. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓൺ സപ്ലൈ കർവ്. എന്താണ് സപ്ലൈ കർവിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്തത് നോട്ട്സ് ആണ് കേട്ടോ. വലിയ ലെസനാണ്, അതുകൊണ്ട് തന്നെയാണ് സ്പീഡായിട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ഒരു ചാനലിൽ 10 days ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് 5 സബ്ജക്ട്സ് ആണ് ഈ ഒരു 10 days ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, മലയാളം, ഇംഗ്ലീഷ്. ഈ ഒരു 5 സബ്ജക്റ്റിലും ഏകദേശം 65 എബോവ് മാർക്ക് എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മാത്രമാണ് കേട്ടോ ഈ ഒരു 10 days പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ വെച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ
199 റുപ്പീസിനാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മറന്നു പോകരുത്, 199 റുപ്പീസിന് നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. എല്ലാവർക്കും മസ്റ്റായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് November 14th അപ്പോൾ November 13 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനൊരു ടൈം എന്ന് പറയുന്നത്. പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഉടനെ തന്നെ ഇത് ചേരാൻ നോക്കുക. കാരണം അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 7012787895. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.